ഒരു കാര്യം പറഞ്ഞേക്കാം. കൊറേ കാശുള്ളോണ്ട് തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടാവണമെന്നില്ല തന്നെ പോലെ. അതേപോലെ തന്നെ ഒരുപാട് വയസ്സുള്ളോണ്ട് തോന്നിയത് എന്തും മറ്റുള്ളവരുടെ മേലേക്ക് കൊണച്ച് വെക്കാം, തെറി പറയാന്നുള്ള മറ്റുള്ളവരെ മെക്കട്ടേക്ക് ഉണ്ടാക്കണ്ട. ഇതിന്റെ തുടക്കം വരുന്നത് അതായത് നിങ്ങൾക്കറിയായിരിക്കും, എന്താ പറയാ, കേരള ടോപ്പ് സ്പിന്നിങ് ചാനൽ, അതായത് കേരളത്തിൽ തന്നെ ടോപ്പ് സ്പിന്നിങ് ആയിട്ടുള്ള ഫ്രീ ഫയർ ചാനലിൽ ഒന്നാന്നാണ് അവകാശപ്പെടുന്നത്. ആര്? മനസ്സിലായല്ലോ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ. ഈ ഇഷ്യൂവിൽ ഞാൻ ഇടപെടാൻ കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴത്ത് നോക്കിയാൽ കാണാം, വാക്സ് 777ന്റെ ആ ഒരു, എന്താ പറയാ, സൂപ്പർ ചാറ്റിന്റെ ഇഷ്യൂ. അതിൽ മാത്രമേ ഞാൻ ഇടപെട്ടിട്ടുള്ളൂ. ആ ഒരു സൂപ്പർ ചാറ്റിന്റെ കാര്യം നക്കാപ്പിച്ച, മനസ്സിലായ? ഒരു 20 രൂപ ഒരു സബ്സ്ക്രൈബർ സൂപ്പർ ചാറ്റ് ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞ വർത്താനാണ് നക്കാപ്പിച്ച. ഓക്കെ, നക്കാപ്പിച്ച പൈസ എനിക്ക് 20 രൂപ എന്തിനാടാ, എനിക്ക് എന്തിനാടാ ഈ നക്കാപ്പിച്ച? നീ കൊണ്ടിട്ട് വാക്സിന്റെ ചാനലിൽ കൊണ്ടിട്ട് ഇട്, എനിക്ക് എന്തിനാണ് ഈ നക്കാപ്പിച്ച കാശ്? ഇങ്ങനെ പറഞ്ഞൊരു മനുഷ്യൻ, ഓക്കെ, ഇങ്ങനെ പറഞ്ഞൊരു മനുഷ്യൻ, ഞാൻ ഒരു സ്റ്റോറി ഇട്ടു, ഇതിനുള്ള പരിപ്പ് വടയും ചായ, ഇത് കേട്ടോ, ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണും, ഇതിനുള്ള പരിപ്പ് വടയും ചായയും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടു. ഞാൻ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്ത് വീഡിയോ ഇടാന്ന് വിചാരിച്ചതാ. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഇത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ ഞാൻ വെറുതെ റിയാക്ട് ചെയ്ത്, എന്ത് കാര്യത്തിന് എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ആ കാര്യത്തിൽ നിന്ന് ഒഴിവായിട്ട് കേസ്. ഇന്ന് ഇയാൾ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടേക്കണ്, അല്ല ബ്രോ, എന്താണ് ബ്രോ ഇതിൽ കൂടെ ഉദ്ദേശിച്ചത്, എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ബ്രോ ലൈവ് തീർക്കാം, അതെന്തായാലും അപ്പം തീർക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇയാൾ ലൈവിൽ എന്നെ പറഞ്ഞ കാര്യങ്ങൾ, ഓക്കെ, എന്നെയും അതേപോലെ തന്നെ, എന്താ പറയുക, കുറച്ച് യൂട്യൂബേഴ്സിനാണ് മെയിൻ ടാർഗറ്റ്, റീച്ചിന് വേണ്ടി. ഓക്കെ, പച്ചയ്ക്ക് പറഞ്ഞുതരാം, റീച്ചിന് വേണ്ടി തോന്നിയവരെ തെറി വിളിച്ച്, എന്താ പറയുക, വീഡിയോ ചെയ്യണതേ ഇയാൾ ഗെയിമിങ്. ഓക്കെ, കേരള ഫസ്റ്റ് സ്പിന്നിങ് ചാനൽ എന്ന് അറിയപ്പെടുന്നല്ല, ഇയാൾ അവകാശപ്പെടുന്ന ഒരു ചാനലാണ് B2D ഗെയിമിംഗ്. ഇൻസ്റ്റാ ഗെയിമറും അതേപോലെ തന്നെ ബാക്കി യൂട്യൂബേഴ്സൊക്കെ എവിടെ പോയി എന്നറിയില്ല കേട്ടോ. ഇയാളാണ് ഫസ്റ്റ് എന്നാണ് ഇയാളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്, നമുക്കറിയില്ല. അപ്പം ഇയാൾ പറഞ്ഞ ഭയങ്കര ഭീഷണിയായിട്ടുള്ള, അതേപോലെ തന്നെ ഇയാളുടെ മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള ഒരു 5-6 പേരുണ്ട്. ഈ 6 പേരൊക്കെ കിടന്ന് എന്നെ ലൈവിൽ കമന്റ് ബോക്സിൽ വിളിക്കാത്തത് അറിയില്ല. ആ വാണങ്ങളുടെ കേസ് വിട്, ലൈവ് ഇടണ ഒരാൾ വാണെന്നുണ്ടെങ്കിൽ പിന്നെ കമന്റ് ബോക്സിൽ മോഡറേറ്റേഴ്സിനെ വാണങ്ങളായിട്ടല്ലേ ഇങ്ങനെ അഡ്മിഷൻ കൊടുക്കുക മുന്നേ നമുക്ക് ഇങ്ങേരെ പരിചയപ്പെടണ്ടേ, ഇങ്ങേരെ വായന എന്തൊക്കെ അപരാധങ്ങളാണ് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പൊ എന്തായാലും കേസ് നമുക്ക് ആ ഒരു റിയാക്ഷനിലേക്ക് കിടക്കാം. ബ്രോയ്ക്ക് ഉള്ള സ്ലോട്ട് ഞാൻ AK ഗെയിമിംഗ് സോൺ മച്ചാനെ ബാഡ് ആവണ്ടട്ടാ സബ്സ്ക്രൈബേഴ്സിന്. ഒരു മിനിറ്റ്, അതായത് ഗെയ്സ് ബാഡ് ആവണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഇന്നലെ ഞാൻ ഇയാളുടെ ലൈവിൽ പോയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, എന്തിനാണ് ബ്രോ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ ഗ്രൂപ്പിൽ, നിങ്ങൾ ഇയാളുടെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങൾ ഇതിന് മുന്നേ ഗ്രൂപ്പിൽ കയറ്റി കിക്ക് അടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് അപമര്യാദയായിട്ട് സംസാരിച്ചിട്ടുണ്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ഇയാള് ലൈവിൽ വരുന്ന പിള്ളേരെ വെറുതെ പിടിച്ച് കിക്ക് അടിക്കുക, ലെവല് കുറവുള്ളതിന്റെ പേരിൽ നൂബേന്ന് വിളിച്ച് കളിയാക്കുക. അതായത് ലെവല് കുറവുണ്ടെങ്കിൽ മിനിമം 80 ലെവൽ വേണത്ര കളിക്കാനായിട്ട്, മിനിമം 80 ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ, എന്താ പറയുക, ഫ്രീ ഫയറിൽ പ്രോയാവുള്ളൂ എന്നൊക്കെയാണ് ഇയാൾ പറയണത്. ആ ക്ലിപ്പൊന്നും എൻ്റെ ഇല്ല, ഞാൻ ഇന്നാൾ ലൈവ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കണ്ടതാ. ക്ലിപ്പ് ചോദിച്ചു വരണവരുണ്ടെങ്കിൽ ഇയാളെ ലൈവ് എടുത്ത് കുറച്ച് കഷ്ടപ്പെട്ട് നോക്കിക്കോ, അപ്പോൾ കാണാം ക്ലിപ്പൊക്കെ. എനിക്ക് പറയാനുള്ളത്, ഓക്കെ, എൻ്റെ കൂടെ ആരും നിൽക്കില്ല എന്ന് എനിക്കറിയാം. കാരണം കാശുള്ളവരുടെ കൂടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി നിൽക്കുള്ളൂ, മനസ്സിലായ? കാശില്ലാത്തവരുടെ കൂടെ ഒരു പട്ടി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇന്നല്ല, കുറേ കാലം മുന്നത്തെ ഒരു ഇതാ. അതായത് കേസ്, ഞാൻ ഈ വീഡിയോ ചെയ്യണ സമയം നിങ്ങൾ നോക്കിക്കോ, പുലർച്ചെ. ഓക്കെ, ഇപ്പൊ പുലർച്ചെ 2:30. ഓക്കെ, ഈ നേരം ഞാൻ ഇയാളുടെ ലൈവ് 12:30 കണ്ട് നിർത്തിയതാ. കുറേ ഇഷ്യൂസ് കാരണം ഞാൻ എൻ്റെ കുറേ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഡിലീറ്റ് ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ചെയ്തിട്ട് ഉറങ്ങുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. ഇയാൾ പറഞ്ഞ അത്ര സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഓക്കെ, കുറ്റം പറയുന്ന ഒരാളാണ് ഇയാൾ തന്നെ പറയണം. ചേട്ടൻ എന്നൊക്കെ ഞാൻ വിളിച്ചേനെ, പക്ഷേ ഇപ്പം ഇയാളെന്ന് തന്നെ പറയണം. കാരണം അത്രയും വൃത്തിയായിട്ടിരിക്കണം ഇയാൾ ലൈവിൽ സംസാരിക്കണം. ബാക്കി വെക്കാം, വെയിറ്റ് ചെയ്യും. നിന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത മതി, അത്രേ ഉള്ളൂ പറയാൻ. അവിടെ AK ഗെയിമിംഗ് സോണെ എന്താണ് ഇൻസ്റ്റയില് എനിക്കുള്ള ചായയും പരിപ്പോടിയും തരാന്ന് പറഞ്ഞ് എടാ ഞാൻ കണ്ടു. എടാ നീ ഇവിടെ കിടന്നിട്ട് എന്താണ് ഈ വീഡിയോ കട്ട് കൊണ്ട് പോയിട്ട് അവിടെ പോയിട്ട് നീ ഒരു കാര്യം പറയട്ടെ, ഒരാളുടെ വീഡിയോയും കട്ട് കൊണ്ടുപോയിട്ടുള്ളതല്ല, വാക്സിന്റെ വീഡിയോ എടുത്ത് ഞാൻ സ്റ്റോറി ഇട്ടതാ, മനസ്സിലായ? ഒരാളുടെ വീഡിയോയും കട്ട് എടുത്ത് കൊണ്ടുപോയിട്ടുള്ളതല്ല. അയാളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് മോഡറേറ്റേഴ്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ വരുള്ളൂ അയാൾ, അതെനിക്കറിയാം. ഓക്കെ,
ഇങ്ങനത്തെ കുറെ ഫ്രീ ഫയർ ഇങ്ങനത്തെ കുറെ ആൾക്കാർ കുറച്ച് പ്രായം കൂടുതലുള്ളത് മാത്രമാണ് ഈ ബഹുമാനം കൊടുക്കുന്നത്, മനസ്സിലായ? അല്ലെങ്കിൽ എന്റെ വായെന്ന് വരണത് ഇയാള് കേൾക്കും. ചായയും പരിപ്പോടെയും. എടാ നിന്നെ പോലെ ഇല്ലവരൊക്കെ ഉണ്ടല്ലോ, എടാ നീയൊക്കെ ചെറുതാടാ. അതൊക്കെ ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. നീയൊന്നും ഓക്കെ, ആയില്ല. അതൊക്കെ ആള് പറഞ്ഞ പ്രോപ്പറാ. എന്തൊന്നുകൂടി കുറച്ചുകൂടി. നീയൊന്നും ആയില്ല, അത്രക്കൊക്കെ ആവണമെങ്കിലുണ്ടല്ലോ നിന്റെ. അതെന്താ അച്ഛനെ വിളിച്ച പോലെ തോന്നി, ഒന്നുകൂടി കേട്ടോക്ക. എന്താ? എടാ നീയൊക്കെ ചെറുതാടാ. സത്യം പറയാലോ AK ഗെയിമിംഗ് സോണേ, നീയൊന്നും ആയില്ല, അത്രക്കൊക്കെ ആവണമെങ്കിലുണ്ടല്ലോ നിന്റെ. ആ ഒരു സാധനം നിങ്ങൾ കേട്ടാ? ഞാനതാ പറഞ്ഞേ, ഇങ്ങേർക്ക് സംസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാള് ലൈവിൽ വരുന്ന പിള്ളേരുടെ അച്ഛനെ വിളിക്കില്ല, മനസ്സിലായ? ഓപ്പണായിട്ട് അച്ഛനെ വിളിച്ചു. ഇതിന് തിരിച്ച് തന്തയ്ക്ക് വിളിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല. ഒന്നാമത്തെ ഈ കളവന് 10-70-80 വയസ്സുണ്ട്. ഇങ്ങനെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നാറാൻ പോണ നാവ് എന്റെയാ, അതിന്റെ ആവശ്യം എനിക്കില്ല. ഒന്നാമത്തെ ഇയാളുടെ സംസ്കാരം കെട്ട വർത്താനം കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒരാളുടെ ഭാഗം ചേർന്ന് സംസാരിക്കണല്ല, വാക്സിന്റെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നതല്ല, ഇയാളുടെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നേ ഇല്ല. ഓക്കെ, അപ്പോ തന്തയ്ക്ക് വിളിക്കുന്ന പരിപാടി ഓക്കെ. എവിടെയോ കിടക്കണ എന്റെ തന്തയ്ക്ക് എന്തിനാ ബ്രോ വിളിക്കുന്നത്? എന്തിനാ? എന്താണ് ഈ തന്തയ്ക്ക് വിളിക്കുന്നതിന് കാര്യമുള്ളത്? ലൈവില് കിടന്നിട്ട് മാസാവുന്നതാണോ? ആണോ? ബോഡി ഷേമിങ് അടിപൊളിയായിട്ട് ചെയ്യാറിയാം, പക്ഷെ അതും ഞാൻ ചെയ്യണില്ല, പ്രായത്തെ മാനിച്ച്, മനസ്സിലായ? കേട്ടാ? എടാ എനിക്കില്ലേ എന്നാണ് പരിപ്പും ചായ ഇതില്ലേ എന്നാ നമ്മുടെ ബിഗ് ബിയിലത്തെ ഡയലോഗ്. എടാ അതിനൊക്കെ ആണെന്ന് വെച്ചാല് എടാ നിനക്ക് നീ കൊറേ കൊല്ലെടുക്കും. അത് ശരിയാ, ഓക്കെ. അയാളെ പോലെ ഇങ്ങനെ വലിയ പൊട്ടത്തരം അപരാധം അതേപോലെ തന്നെ എന്താ പറയാ, ഇങ്ങനത്തെ ഈ മണ്ടത്തരം വിളിച്ചു പറയാനുള്ള കഴിവ് കിട്ടണമെങ്കിൽ കുറച്ച് കാലപ്പഴക്കം എടുക്കും. കാരണം ഇതേപോലെയൊക്കെ പൊട്ടനാവണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറെ കാലം കഴിയും. അത്യാവശ്യം ഇത്തിരി വിവരമുണ്ട്, മനസ്സിലായി? ഇത്തിരി കുറെ വിവരമുണ്ടെന്ന് ഞാൻ പറയണില്ല. എടാ നമ്മളൊക്കെ നല്ല കളി കളിച്ചിട്ടുണ്ട്. കളി കളിച്ചിട്ടുണ്ടാവും, അതെനിക്ക് മനസ്സിലായി. കളിച്ചിട്ടാ വന്നേന്ന്. ഹരഹര മഹാരാജ്. നീയൊക്കെ ഈ അര ട്രൗസർ ഇട്ടിട്ട് എന്നാണ്. ഞാൻ അര ട്രൗസർ ഇട്ടപ്പോ അങ്ങേര് സാരി ഉടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ സമ്മതിച്ചെന്നു ചേട്ടാ, ഞാൻ അതില് ഒന്നും പറയുന്നില്ല. ഞാൻ അര ട്രൗസർ ഇട്ടപ്പോ ചേട്ടൻ സാരി ഉടുത്തു. എന്നേലും 10-60 വയസ്സ് മൂപ്പുള്ളതല്ലേ. ഞാൻ അര ട്രൗസർ എടുത്തപ്പോ ചേട്ടൻ സാരി ഉടുത്തു. എന്നാ അങ്ങനെ ഇരിക്കട്ടെ അങ്ങോട്ട്. ആദിബാബയാ? അതാരാ ആദിബാബ? അതേപോലെ നീയൊക്കെ പാല് കുടിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഈ ഫീൽഡ് വിട്ടതാ. പാല് കുടിക്കുന്ന സമയത്ത് ഫീൽഡ് വിട്? ഇതാ പറഞ്ഞത്, തലയ്ക്കകത്ത് ഒരു തരി ആൾതാമസം ഇങ്ങേരിക്കില്ലാന്ന്. അതുണ്ടെങ്കിൽ താൻ ഇങ്ങനൊക്കെ പറയോടോ? താൻ എന്ത് പൊട്ടനാന്ന് ആലോചിക്കേ. ഞാൻ പാല് കുടിക്കുന്ന സമയത്ത് ഇങ്ങേര് മാസാർന്നു ഇത്ര. ശരി അണ്ണാ, എന്തെന്നാ പറയാ, കിളവന് 10-80 വയസ്സായിണ്ട്. എന്നാ പരിപാടി നോക്കിയിട്ട് ചെയ്യണ പരിപാടി നോക്കി ഇരുന്നാ മതി. കണ്ടോന്റെ മെക്കെട്ട് കയറേണ്ട ഒരു കാര്യമില്ല ഇയാൾക്ക്. കുത്തിക്കഴപ്പ് കുറെ കാലമായിട്ട് നീ എടാ നിന്റെ ഈ 100K ഇല്ലേ ചാനലിന്റെ ബേസിലാണ് നീ വന്നതെങ്കിൽ എടാ നീ നിന്റെ ഈ ചാനൽ വെച്ചിട്ട് നീക്ക് ഒരു ലൊട്ടയും ചെയ്യാൻ പറ്റൂല. എന്റെ ചാനൽ വെച്ചിട്ട് എനിക്ക് ഒരു ലൊട്ടയും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നീ ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ഓർത്ത് വെച്ചോ, 1 കൊല്ലത്തിനുള്ളില്. ഓക്കെ, എന്താ ചെയ്യാൻ പറ്റാൻ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇങ്ങേര് പറഞ്ഞു 1 ലക്ഷം സബ്സ്ക്രൈബ്. ഈ 83,000 സബ്സ്ക്രൈബേഴ്സിലല്ല ഇപ്പോഴും കൊണച്ച് നിൽക്കണത്. കുറെ കാലമായല്ലോ, കുറെ കാശ് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കണു. ഒറ്റ ചോദ്യമുള്ളൂ, 3 മാസം സമയം തരാം. 3 മാസത്തിനുള്ളിൽ 100K അടിച്ചിട്ട് മുന്നിൽ വന്ന് നിൽക്കും. 3 മാസത്തിനുള്ളിൽ കേട്ടാ, 3 മാസത്തിനുള്ളിൽ 100K അടിച്ചിട്ട് മുന്നിൽ വന്ന് നിൽക്ക്. അത് മാത്രല്ല, വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. 100K അടിച്ച എന്താ ഒരു കുറവ്? തന്നേലും 20, 30, 40Kയുടെ മുകളിലുള്ള ഡിഫറൻസ് എന്റെ ചാനലിലുണ്ട്, മനസ്സിലായ? 50Kക്ക് താഴെ ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായ? ഇത്ര അധികം സബ് തന്നേലും 10, 20, 30 വയസ്സ് താഴെയുള്ള എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ താൻ എന്തൊരു ഉണ്ടാക്കി വെച്ചത്? തലയ്ക്കകത്ത് കുറെ ചാണകം തിരികെ വെച്ചിട്ടുണ്ട്. ഇത് മാത്രല്ല ചെയ്തിട്ടുള്ളൂ, എന്തിന് സ്വന്തം മോൻ വരെ തന്നെ കളിയാക്കിയില്ലേ. മീശ പോലും വന്നിട്ടില്ല. അപ്പൊ വെച്ചാല് അവനൊക്കെ നമ്മളെ കൂടെ നമ്മളത്ര കളിക്കാനായിട്ടല്ല.
അപ്പൊ അച്ഛനും അങ്ങനെ കഴുകാനായിട്ടില്ല. ഇതിനും വലിയ നാണക്കേട് എന്തിനാ മച്ചാനെ ഞാൻ പറയുന്നു. സ്വന്തം മകൻ വരെ അച്ഛനെ കളിയാക്കി വിട്ടു. എടാ പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഈ ഒരു സാധനം കണ്ട, ഇതിന് പ്ലേ ബട്ടൺ എന്ന് പറയും. മാമ കാശ് കൊടുത്ത് ചിലപ്പോ മാമന് ഇത് മേടിക്കാൻ പറ്റും. കഷ്ടപ്പെട്ട് കേട്ടാ 9 വർഷം ചെറുപ്പം തൊട്ട് തുടങ്ങിയതാ ഞാൻ ഈ പരിപാടി. 9 വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം അത്. ഇതിനു വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഞാനിത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്തു കേട്ടാ. കാശ് കൊണ്ട് ചിലപ്പോ മേടിക്കാൻ പറ്റിയേക്കാം, അല്ലാണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റിയെങ്കിലേ 3 മാസം കൊണ്ടൊന്നും ഉണ്ടാക്കി കാണിക്കേ. ഒരുത്തൻ ചലഞ്ച് തന്നപ്പോഴേ രണ്ടാഴ്ച ചലഞ്ച് തന്നു. അതില് 4 ദിവസം കൊണ്ടാ 91 കേന്ന് നേരെ 100 കേക്ക് ഞാൻ കയറ്റി. കഴിവുണ്ടെങ്കിൽ കാണിക്കേ ചലഞ്ച്, ഞാൻ തരുന്നു അങ്ങോട്ട്. B2D ഗെയിമിങ്ങിന് തനിക്ക് കേട്ടാ. ഇപ്പോഴും എന്റെ വായിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തെറി വന്നോണ്ടിരിക്കുക. ഞാൻ പക്ഷെ ഒറ്റ തെറി ഞാൻ വിളിക്കുന്നില്ല. ഒരു ഇതില്ലടാ, ഒരു എന്താ ഒന്നുമില്ല. ഞാനൊന്നുമില്ലാത്തവനാ. ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു കേസ്. ഓക്കെ, ഞാൻ ഒന്നുമില്ലാത്തവനാ, കാശില്ല, ഒന്നുമില്ല, അതൊക്കെ ഓക്കെ. പൈസയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പിന്നാക്കാണ്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ ഞാൻ ചേട്ടൻ പറയണ പോലെ ഞാൻ സമ്മതിച്ചു. പരിപ്പും ചായയും തരാൻ വേണ്ടിട്ട് വന്നത്. ഒരു സബ്സ്ക്രൈബർ അല്ലേ, പരിപ്പോടെയും ചായയും തരാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നക്കാപ്പിച്ചയുടെ കേസൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. 20 രൂപ സൂപ്പർ ചാറ്റ് കൊടുത്തപ്പോ എനിക്ക് ഈ നക്കാപ്പിച്ച വേണ്ടാന്ന് പറഞ്ഞ മുതലല്ല താൻ. ഇതേപോലെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. മാന്യമായ രീതിക്ക് സംസാരിച്ചിട്ടുള്ളൂ, പക്ഷെ മാന്യമായിട്ട് പെരുമാറണായിരുന്നു. ഇൻസ്റ്റാഗ്രാമില് ഇവൻ കൊണ്ടുപോയിട്ട് എന്റെ വീഡിയോ എടുത്തിട്ട് അവൻ എനിക്ക് മരിപ്പിനില്ല മരിപ്പ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇയാളെ എന്തൊക്കെയോ നോണ പറയണത്. എടോ താൻ എന്തുട്ട് തേങ്ങയ്ക്ക് പറയണേ, പറയാത്ത കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ. നടന്ന വല്ല കാര്യം പറയ്. ഞാനൊരു കാര്യം പറയട്ടെ, മരിപ്പിനുള്ള പരിപ്പോടെയും ചായയും തരുന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനുള്ള പരിപ്പോടെയും ചായയും ഞാൻ തരും. ദേ ഇവിടെ സ്റ്റോറിയുടെ ഇത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് തരുന്നാണ് ഞാൻ ഈ അച്ഛനോട് പറഞ്ഞത്. മനസ്സിലായ? അതിനാണ് ഇയാൾ കടന്ന് മരിപ്പിന് എന്നൊക്കെ പറയണത്. എനിക്കറിയാൻ പാടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. ചായയോടെയും തരുമ്പോഴും നാണമില്ലടാ നിനക്കൊക്കെ. അതാണ് ബ്രോ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ഇത്തിരി ഉളുപ്പുണ്ടാ ബ്രോ? ഇത്തിരി ഉളുപ്പുണ്ടാ? ഈ കസാരയിലും വന്നിങ്ങനെ കയ്യും കെട്ടി ഇരുന്നിട്ട് റൈസ്റ്റാർ ഹരഹര മഹാദേവ്, അയാൾ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. റൈസ്റ്റാറിന്റെ അനിയനാന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇവിടെ നടക്കുന്നുണ്ട്. റീച്ചിന് വേണ്ടിയിട്ട് വല്ലോരെ കിടന്ന് അപരാധിച്ചിട്ട് അവരുടെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാത് ഓർക്കണ ഒരു യൂട്യൂബർ അല്ലേ താൻ? സത്യം പറ. യൂട്യൂബർ അങ്ങനെ തന്നെ പറയണം, മനസ്സിലായ? വല്ല കാശ് കൊടുത്ത് വല്ല പ്രമോഷനും ചെയ്യാൻ നോക്കൂ. കുറെ കാശുള്ളതല്ലേ, അങ്ങനെ കുറെ സബ് കയറ്റിക്കോ. അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് 50,000 ഡയമണ്ട് അങ്ങോട്ട് ഗിവ് അവേ എടുക്ക്, അവരങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളും. ഇങ്ങനെ കാണിക്കുന്ന ഇയാള് എന്നെ പറയുക എന്ത് യോഗ്യത? ഞാൻ ഗിവ് അവേ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ളതല്ല, മനസ്സിലായ? കഷ്ടപ്പെട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഈ വഴിക്ക് എത്തിയത്. പൈസ അവല്ലാണ്ട് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് അത്രയും വലിയ. എൻ്റെ ലൈവ് കാണുന്നവർക്ക് അറിയാം, ഞാൻ ആരും ഇതുവരെ കിക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇയാള് ലൈവിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു തരി മാന്യത ഇല്ലാണ്ട് സംസാരിക്കുക. അതേപോലെ തന്നെ ലൈവിൽ വരുന്ന പിള്ളേരുടെ എന്താ പറയുക അക്കൗണ്ട് നോക്കിയിട്ട് അവർ നൂബാണ്, അവരതാണ് ഇതാണെന്നൊക്കെ വിലയിരുത്തണ ഒരു ഇയാള്. ഇയാളൊക്കെ എന്തിനാ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ വെറുതെ നിർത്തണേ? എന്തിനാ? ഓൾഡ് ഫ്രീ ഫയർ യൂട്യൂബേഴ്സിന് ഉണ്ടാക്കിയിട്ടാണ് ഇയാൾ ഒരുമാതിരി ഇപ്പൊ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സമ്മതിക്കരുത്. ഓക്കെ, ഓരോരുത്തരും അയാളുടെ വീഡിയോ കാണാൻ ആരെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം. പക്ഷെ നിങ്ങളൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ടാണ് ഇയാൾ വളരണം, മനസ്സിലായ? അത് നിങ്ങളായിട്ട് ഒഴിവാക്കുക കേട്ടോ. ഈ വീഡിയോ 10 പേരെ കാണുള്ളൂ എന്ന് എനിക്കറിയാം, അതെനിക്കൊരു വിഷയമല്ല. പക്ഷെ ഈ എന്നെ പറഞ്ഞ ഈ സംഭവം നാളെ നിങ്ങളെ പറയരുത്, മനസ്സിലായില്ല? എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. അഭിനവേടാ ടൈം ഔട്ട് കൊടുക്കലടാ. ഓനൊക്കെ ഇവിടെ ഇതാക്കാൻ വന്നേടാ. പോട്ടർ അവനൊക്കെ പിടിച്ച് ഭിത്തിയിൽ ഇറക്കാൻ വേണ്ട ടീമാ. ഭിത്തിയിലടിക്കോ? പെയിന്റ് പണിക്കാരനറിഞ്ഞാ ഭിത്തിയിൽ അടിക്കേണ്ട കേസൊക്കെ പറയണ്ടല്ലോ. ചാന്ത് സിമെന്റ് ഒക്കെ കിട്ടിട്ട് ഇങ്ങനെ ഒരയ്ക്കണേ. ചേട്ടാ വല്ല പറ്റണ വല്ല പണിക്ക് പോ. വെറുതെ വല്ലോരെ കിടന്നിട്ട് ചേട്ടാ എന്തിട്ട് വിചാരിച്ച് ഈ ഹൈറ്റ് അതും ഇതും കണ്ടിട്ട് ആൾക്കാരെ വിലയിരുത്തുന്നു, അതുപോലെ അക്കൗണ്ടൊക്കെ കണ്ട് വിലയിരുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ചേട്ടന് ഇത്തിരി നാണോ മാനോ ഉണ്ടോ? എനിക്ക് അതാ ചോദിക്കാറുള്ളൂ. ചേട്ടനൊരു മകനൊക്കെ ഉള്ളതല്ലേ,
ആ മകൻ വരെ ചേട്ടന് ഊക്കിയ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. 100K മറ്റേ എന്താണ് നമ്മുടെ എന്താണ് വലിയ 100K അടിച്ച യൂട്യൂബർ. അടാ ഇവനൊക്കെ കുണ്ണയാടാ കുണ്ണ. ഇവനൊക്കെ എന്നിട്ട് ഇങ്ങനെ ടാക്കുണ്ടല്ല. എന്താണ് മച്ചാനെ ലൈവില് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബറിനെ ഇങ്ങനെ കാകൂട്ടിയിട്ടൊക്കെ വിളിക്കുന്നത്. ഞാനിങ്ങനെ കാകൂട്ടി വിളിക്കുമ്പോൾ ഞാൻ പൊതുവെ താകൂട്ടിയിട്ടാണ് വിളിക്കാറ്, മനസ്സിലായില്ലേ? അതാണ് താൻ. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ലൈവിൽ തെറി വിളിച്ച് തീർക്കുക, അത് ഒരു അന്തസ്സില്ലാത്ത പരിപാടിയാണ്. അതിപ്പോൾ റീച്ചിന് വേണ്ടിയായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. ക്ലിപ്പ് എടുത്തോ എന്നാ. ഇത് ഞാൻ കണ്ടന്റ് ആക്കിയത് തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള റീച്ച് കൊണ്ടല്ല, മനസ്സിലായ? താൻ ഉണ്ടാക്കി വെച്ച ഈ വൃത്തികെട്ട പരിപാടി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരാളെങ്കിൽ ഒരാൾ ഈ വീഡിയോ കാണണം. എനിക്ക് അത്രേ വേണ്ടു. അതിനു വേണ്ടി മാത്രം ചെയ്ത വീഡിയോയാ. പക്ഷേ എന്നെ ഇങ്ങനെ ഇത്ര അധികം വർത്താനം പറഞ്ഞിട്ട് എനിക്ക് തിരിച്ച് തെറി വിളിക്കാൻ പറ്റണില്ലല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, പിടിച്ചു നിൽക്കണതാണ് നല്ലത്. കേസ് ഇതിനൊക്കെ പറയാ എന്താ പറയാ? എവിടെയോ കിടക്കണ ഒരാള് പച്ച തെറി വിളിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലായ? അതും ന്യായം ഫുള്ള് നമ്മുടെ ഭാഗത്ത്, തെറ്റ് ഫുള്ള് ഇയാളുടെ ഭാഗത്ത്. എന്നിട്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു കുറവുമില്ല. ഇവന്റെ ഞാൻ ശരിക്കും പറഞ്ഞാണ്ടല്ലോ, സത്യമായിട്ട് ഓൻ കരയും ഇവിടെ ഇരുന്നിട്ട്. അവിടെ ഓന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓന്റെ അച്ഛൻ പറയും, ആ ഏട്ടാ വിട്ടേ, എന്റെ മോന് അത്ര പ്രായമായിട്ടില്ലാന്ന് പറയും. എന്നിട്ട് ഞാൻ കടന്ന് കരയുന്ന വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാ ഇങ്ങോട്ട് വായോ, വന്നു നോക്കപ്പോ ചെവിക്കല്ലടിച്ച് പൊളിക്കേണ്ട തന്താ നിങ്ങളുടെ. പറഞ്ഞില്ല വേണ്ട, ചെവിക്കല്ലടിച്ച് പൊളിക്കും കുടുംബത്തേക്ക് വന്നു കഴിഞ്ഞാ. വന്നോ, വരുന്നുണ്ടെങ്കിൽ വന്നോ, എന്താ വെച്ചാൽ കാണിക്ക്. നിങ്ങളാരാ മറ്റുള്ള എൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എൻ്റെ അച്ഛൻ വേണ്ട ചേട്ടാ, വിട്ടേക്ക് ചേട്ടാ എന്ന് പറയുന്ന? പറയോ? പക്ഷെ എന്നാ ഇവിടെ അങ്ങനെയല്ല, ഇത് വേറെയാ, ഇത് വേറെ. ഓക്കെ, അപ്പോ സംസ്കാരമില്ലായ്മയും ബുദ്ധിയില്ലായ്മയും ഒക്കെ ഇയാളുടെ കൂടപ്പിറപ്പാണ്. അങ്ങനെയൊക്കെ തന്നെ കാണും. ഓക്കെ, അപ്പോൾ നിങ്ങളാരും ഇങ്ങേരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇതോടുകൂടി അവസാനിപ്പിക്കുക. കാരണം പൊട്ടന്മാരെന്നും പൊട്ടന്മാരായിട്ട് ഇരിക്കും, അല്ലെങ്കിൽ പൊട്ടൻകളി അഭിനയിച്ചുകൊണ്ടിരിക്കും ഒരു റീച്ച് എത്തുന്നവരെ. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. കുഞ്ഞി പിള്ളേരടാ അവനൊക്കെ എന്ന് വെച്ചാല് 18 വയസ്സായെന്ന് എനിക്ക് അറിയത്തില്ല. അവനൊക്കെയാന്ന് എനിക്ക് പരിപ്പും ചായയോടെയും തരാൻ പോകുന്നു. 18 വയസ്സാവണമെന്നുണ്ടോ പരിപ്പോടെയും ചായയും കൊടുക്കാൻ? എൻ്റെ പൊന്നു മച്ചാനെ, അതിനുള്ള വിവരം പോലും ഇല്ല നിങ്ങൾക്ക്. ശരിക്കിപ്പോൾ ആരെ പൊട്ടൻ? ആരെപ്പം അംഗനവാടി പഠിക്കണവരെ ബുദ്ധി പറയുന്നത്? അംഗനവാടി പഠിക്കണവരെ ബുദ്ധിയല്ല, ഒരു മറ്റേ വയ്യാത്ത ആൾക്കാരുടെയൊക്കെ ഒരു ബുദ്ധി. അതാണ് ചേട്ടൻ്റെ ബുദ്ധി എന്ന് പറയണേ. ഇപ്പോൾ പൊട്ടെന്ന് വെച്ചാൽ ലോക പൊട്ടൻ. ഇങ്ങനത്തെ ഒരു മണ്ടൻ ഈ ഭൂലോകത്ത് കണ്ടിട്ടില്ല. B2D ഗെയിമിങ് ഇത്ര പൊട്ടനാർന്നോ? അവന്റെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്ക് നിങ്ങള്. എടുത്ത് നോക്ക്. എന്താ അവനൊക്കെ പിടിച്ച ഒരക്കുണ്ട് ചുമരിന്. എനിക്ക് തോന്നുന്നുണ്ടാ ഇത് മറ്റേ പെയിന്റ് പണിക്കാരനാർന്നു തോന്നുന്നുണ്ട്. ഏഷ്യൻ പെയിന്റ്, ബെർജർ, അങ്ങനത്തെ ഒക്കെ എല്ലാവിധ ഇതും എല്ലാം കൈവശം ഉണ്ടെന്നുണ്ട്. അതാണ് ഈ ചുമരുമ്മ ഉരയ്ക്കണ കേസ് പറയണ, ഭിത്തിമട്ട് ഉരയ്ക്കുന്ന മറ്റേ ചാന്തും മറ്റേ സിമെന്റ് ഒക്കെ ഇട്ടിട്ട്. ചേട്ടൻ അതാർന്ന പണി, ചുമരുമ്മ ഉരയ്ക്കലൊക്കെ ആയിരുന്ന പണി. എനിക്ക് കൂടുതലൊന്നും പറയല്ല ചേട്ടാ, പ്രായത്തിന് മൂത്തവരെ ഞാൻ അങ്ങനെ ഇത് അവരാധിക്കാറില്ല. ചേട്ടനെ പോലെ ഈ 10-20 വയസ്സ് പ്രായം കുറഞ്ഞ ഞാൻ ഈ അച്ചാച്ചന്മാരൊന്നും പൊതുവെ ഊക്കാറില്ല. അതായത് ഈ 10, 80, 90 അതായത് ഇങ്ങനെ പോരാടാറില്ല. അവരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പോട്ടെ, അവരങ്ങനെ പോട്ടെ, ദൈവം ചോദിക്കും, അത്രേ ഉള്ളൂ. അവിടെ ഒരു ഇഷ്യൂ ഇല്ലാണ്ട് അവിടെ ഇവനൊക്കെ വെറുതെ കയറുന്ന എന്താണ് പോട്ട് എടാ കുഞ്ഞ് അംഗൻവാടി പഠിക്കുന്ന പിള്ളേടാ. എടാ ഒരു അടിക്ക് പോലും ഇല്ലടാ. കൈ നോക്ക്. കൈ നോക്ക്, എന്റെ കൈ ഇതിൽ കാണിച്ച ഇതേപോലെയൊക്കെ തന്നെ ഇരിക്കും. ഇയാള് വീണ്ടും മണ്ടത്തരാലോ പറഞ്ഞോണ്ടിരിക്കണേ. കൈയൊക്കെ നോക്ക്, ഇതേ കൈ എന്റെ നോക്ക്, എന്റെ ഇതിൽ ഇതേപോലെ വലുതായിട്ട് ഇരിക്കുക. മണ്ടൻ. പറഞ്ഞു തോലക്ക് പൊട്ട. അടിക്ക് പോലും ഇല്ല. മൈരം അടിക്ക് പോയില്ല. മൈക്കില് തുപ്പട്ടെ, അത് തനിക്കുള്ള തുപ്പട്ട. ഇത്ര ഉള്ളൂ തന്നോടുള്ള വില, മനസ്സിലായ? ഈ കുണ്ണങ്ങളൊക്കെ വന്നിട്ട്
ഇയാള് കുറെ നേരമായിട്ട് ഞാൻ തെറി പിടിക്കാണ്ട് കൺട്രോൾ ചെയ്ത് പിടിച്ചു നിക്കുന്നറാ. യൂട്യൂബേഴ്സ് വരുമ്പോ അവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നയാന്നൊക്കെ വിചാരിക്കും. ഇവൻ ഈ കുണ്ണ വന്നിട്ട് എന്റെ സപ്പോർട്ട് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ തൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊണയ്ക്കാൻ ഉള്ളിൽ വേണം കേട്ടാ. എന്തെങ്കിലും ഇത്തിരി കഴിവ്, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യണ കാര്യത്തിൽ എന്തെങ്കിലും സത്യസന്ധതയോ കൃത്യതയോ വേണം. ഇതൊന്നുമില്ലാണ്ട് വെറുതെ വന്നിട്ട് ഒരു കസാരയും ഇരുന്നിട്ട് ഇങ്ങനെ വല്ലോരെ പറ്റിയിട്ട് അവരാധിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ വന്ന് സപ്പോർട്ട് ചെയ്യാം. താൻ മറ്റേ പ്രതിഷ്ഠയല്ലേ അമ്പലത്തിലിരിക്കുന്നത് എന്നും വന്നിട്ട് തൊഴാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് സപ്പോർട്ട് ചെയ്യാത്തവരെ നേരെ മറ്റേ അതും ഇതെന്നൊക്കെ പച്ചത്തെറി വിളിക്കുന്ന. ഇനിയും ഇതേപോലെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ബാക്കി കാര്യങ്ങൾ എനിക്കൊന്നും കേൾപ്പിച്ചു തരാനില്ല. എന്നെ പറഞ്ഞ ഇത്രയധികം കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളൂ. എന്നേന്നല്ല, ഇതിനപ്പുറം നിങ്ങളെ പറഞ്ഞിട്ടുണ്ടാവും. സോ അതെന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഗൈസ്, ഇതേപോലെയുള്ള ഫ്രീ ഫയർ യൂട്യൂബേഴ്സ് മനസ്സിലായ, ഇതേപോലെ അപരാധം മാത്രം വിളിച്ചു പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടെ കൊണ്ട് എന്തെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് നടക്കണ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ നിങ്ങൾ ദയവേത് സപ്പോർട്ട് ചെയ്തോ, നിങ്ങളുടെ ഇഷ്ടമാണ്, ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഇങ്ങനത്തെ യൂട്യൂബേഴ്സ് ഒരു കാലത്ത് നിങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തും. മനസ്സിലായി, അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരെന്തും പറയും. കണ്ടില്ലേ, നല്ല നല്ല യൂട്യൂബേഴ്സിനൊക്കെ ഓരോന്ന് അവരാധിച്ചിട്ട് റീച്ച് ഉണ്ടാക്കണ ഓരോരുത്തന്മാരാണിത്. ഇങ്ങനത്തെ ആൾക്കാരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോ, ഞാൻ അതിനുള്ള ഉത്തരം മറുപടി തീർച്ചയായിട്ടും തരുന്നതാണ്. സോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. പോയി കിടന്നുറങ്ങട്ടെ. ബൈ.